ഇന്ന് നമ്മൾ കാണുന്ന ഭാഗങ്ങൾ സത്യം പറഞ്ഞാൽ 4 പേരെ കർത്താവ് കാണുന്നത് ആയിട്ടുള്ള ഭാഗമാണ്. ഒന്നാമത് ആൻഡ്രൂവിന് അത് പോകാനായിട്ട് ഇടയായിത്തീരുന്നത് അന്ത്രയോസ് കർത്താവിൻ്റെ പിന്നാലെ പോയെന്ന് പറഞ്ഞാൽ അന്ന് ശിഷ്യനായി എന്നല്ല ഇതിൻ്റെ അർത്ഥം. നമുക്ക് തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, പത്രോസിൻ്റെ അമ്മായിയമ്മ ദീനം പിടിച്ചു കിടക്കുന്നതും കപർനഹൂമിലെ പള്ളിയിൽ കർത്താവ് പോകുന്നതും തുടർന്ന് അന്ത്രയോസിൻ്റെയും അതുപോലെ പത്രോസിൻ്റെയും ഭവനത്തിലേക്ക് കർത്താവ് വരുന്നതും ഈ വിഷയങ്ങളൊക്കെ നമ്മൾ കർത്താവ് പഠിപ്പിച്ച ഉപമകളെക്കുറിച്ചും അത്ഭുത പ്രവർത്തികളെക്കുറിച്ചും പഠിച്ചപ്പോഴേ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് ഇടയായി തീർന്ന ഭാഗങ്ങളാണ്. ഇത് ഒരു ഫസ്റ്റ് കോൺഫ്രണ്ടേഷൻ എന്നുള്ള നിലയിൽ നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ അന്ത്രയോസിനെ കാണിച്ചു കൊടുത്തു. അതുപോലെ അന്ത്രയോസ് ശീമോനോട് പറഞ്ഞു. തുടർന്ന് കർത്താവ് ഡയറക്റ്റ് ഫിലിപ്പിനോട് സംസാരിക്കുന്നു. അതിനുശേഷം ഫിലിപ്പ് പോയി നഥനയേലിനെ വിളിച്ചുകൊണ്ട് വന്ന് നഥനയേൽ കർത്താവിനെ കാണാനായിട്ട് ഇടയായിട്ട് തീരുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ 15-16 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, സംക്ഷിപ്തമായിട്ട് കാണുന്നതായിട്ടുള്ള കാര്യം. ആദ്യത്തെ 42 ഇതുവരെയുള്ള ഭാഗങ്ങൾ കർത്താവിൻ്റെ ദാസൻ വിശദീകരിച്ചുവല്ലോ. നമുക്ക് ഒന്നാമത് ഞാൻ ഈ ഭാഗങ്ങൾ വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിച്ച ഒരു കാര്യം, ഈ സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, സാക്ഷിയാകാനായിട്ട് ഉള്ളതാണ്. യോഹന്നാൻ പറയുന്നു, ഞാൻ വചനമല്ല, ഞാൻ ക്രിസ്തുവല്ല, ഏലിയാവല്ല, ആ പ്രവാചകനല്ല, ഒന്നുമല്ല, ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം എന്ന് യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യത്തെ എടുത്തിട്ട് ഇതാണ് എൻ്റെ ശുശ്രൂഷ എന്ന് പറയുകയും, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു, ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു എന്നേ ഉള്ളൂ എന്ന് കർത്താവ് യോഹന്നാൻ സ്നാപകൻ തൻ്റെ തന്നെ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ഒരു ചെയിൻ റിയാക്ഷൻ പോലെയാണ്. നമ്മൾ ഈ ന്യൂക്ലിയർ ഇതൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ചെയിൻ റിയാക്ഷൻ എന്ന് പഠിക്കുന്ന പോലെ, നമ്മുടെ ഈ ചില മാർക്കറ്റിംഗ് ഒക്കെ ചെയിൻ മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുന്നത് പോലെ സുവിശേഷ വേല നമ്മൾ നോക്കുമ്പോഴും ഒരു ചെയിനായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ക്രിസ്തുവിനെ ഒരു വ്യക്തി കാണുന്നു, അനുഭവിച്ചറിയുന്നു, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു, അങ്ങനെ ഒരു വ്യക്തി ക്രിസ്തുവിനെ അറിയാൻ ഇടയായിത്തീരുന്നു. ആ വ്യക്തി പോയി അവൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച അനുഭവം മറ്റു വ്യക്തികളോട് പറയുന്നു, ആ വ്യക്തികൾ പോയി മറ്റു പലരോടും പറയുന്നു. അങ്ങനെ അത് മൊത്തം സമൂഹത്തിൽ അത് വ്യാപിക്കാനായിട്ട് ഇടയായിത്തീരുന്നു എന്നുള്ളത് കാണാം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം നമ്മളെപ്പോഴും നമ്മൾ മനസ്സിലോർക്കണം, അത് വ്യക്തിബന്ധങ്ങളിലൂടെ പകരുന്നത്. പ്രത്യേകിച്ച് പുതിയ നിയമം എന്ന് പറയുമ്പം തന്നെ അത് വ്യക്തിബന്ധങ്ങളും കൂട്ടായ്മയും അതിന് വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. അല്ലാതെ കുറച്ച് ആശയങ്ങളല്ല ഇത് എന്നുള്ളത് നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സത്യമാണ്. കുറേ ആശയങ്ങൾ കർത്താവ് വന്ന് കുറേ പുതിയ ആശയങ്ങൾ പഠിപ്പിക്കുകയല്ല ചെയ്ത്, കർത്താവ് കുറച്ച് പഴയ നിയമത്തിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളല്ല നമുക്ക് നൽകിയത്, മറിച്ച് കർത്താവ് തൻ്റെ കൂട്ടായ്മയാണ് നമുക്ക് നൽകിയത് എന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. യോഹന്നാൻ അപ്പോസ്തലൻ ലേഖനത്തിൽ പറയുന്നു, ഞങ്ങളുടെ കൂട്ടായ്മയോ യേശുക്രിസ്തുവിനോടും അവൻ്റെ പിതാവായ ദൈവത്തോടുമാകുന്നു. നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് ഈ സത്യങ്ങൾ ഞങ്ങൾ എഴുതി അറിയിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ ആദ്യത്തെ അധ്യായത്തിൽ പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം നമ്മളെ സംബന്ധിച്ചോളം ഇത് വ്യക്തിബന്ധങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു പ്രവർത്തനവും സുവിശേഷ വേലയുമാണ് എന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. നമ്മൾ ഈ വ്യക്തിബന്ധങ്ങളും ആ വ്യക്തികൾ തമ്മിലുള്ള ബന്ധം ബോംബിട്ട് തകർത്ത് കഴിഞ്ഞാൽ, ഈ പാലം അങ്ങ് തകർത്ത് കഴിഞ്ഞാൽ, പിന്നെ നമുക്ക് സുവിശേഷം പറയാനായിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ബന്ധങ്ങളിലൂടെ ഈ വിശ്വാസം പറഞ്ഞു കൊടുക്കാനും വ്യാപരിക്കാനും ഉള്ള സാധ്യതയും കൂടെ നമ്മൾ ഇല്ലാതാക്കി കളയുന്നത് എന്നെപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. എനിക്ക് ഒരു സുവിശേഷകനെ അറിയാമായിരുന്നു, ഇവിടെ ഞങ്ങളുടെ അടുക്ക കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ആദ്യകാലത്ത് ചെയ്തുകൊണ്ട് അദ്ദേഹം തെക്കൻ തിരുവിതാംകൂറിൽ നിന്ന് വന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു പഠിത്തമൊക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ആദ്യമേ ഒരാൾ വരുമ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ ഉപദേശങ്ങൾ എന്നിട്ട് പറയും, ഇതൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് വരാം, ഇല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വരണ്ട, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്കുള്ളതല്ല എന്ന് പറയുന്ന ഒരു ശൈലി ഞാൻ കാണാനായിട്ട് ഇടയായിട്ട് തീർന്നു. എൻ്റെയൊക്കെ അനുഭവം എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ രക്ഷയിലേക്ക് നടത്തിയ ആൾക്കാരോട്
ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്നെ രക്ഷയിലേക്ക് നടത്തിയ വ്യക്തി ബൈബിൾ സൊസൈറ്റിയിൽ കുറേ വർഷങ്ങൾ പ്രവർത്തിക്കുകയും കേരളത്തിൽ അങ്ങോളോ ഇങ്ങോളോ അതുപോലെ OM പ്രവർത്തിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ പല സ്ഥലത്തുമൊക്കെ യാത്ര ചെയ്ത് പലരോടും പരിചയവും ബന്ധവുമുള്ള വ്യക്തിയാണ്. ഇവിടെ ഇരിക്കുന്ന പലർക്കും അദ്ദേഹത്തെ അറിയുകയും ചെയ്യാം. അപ്പം അങ്ങനെ എന്നെ വചനം പഠിപ്പിക്കുകയും സ്നാനപ്പെടുത്തുകയും ഒക്കെ ചെയ്ത പാസ്റ്റർ. അപ്പം എനിക്കന്ന് ക്രിസ്ത്യാനികളെക്കുറിച്ച് ഒരു വിവരമില്ലാത്ത ഒരു സ്ഥലത്തും കാലത്തുമാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ അവരോട് പോയി ചോദിച്ചു. എൻ്റെ അമ്മയപ്പം ഞങ്ങളൊക്കെ മധ്യ തിരുവിതാംകൂറുകാരാണ് ബേസിക്കലി. എന്നാൽ എൻ്റെ അമ്മയ്ക്ക് അതൊക്കെ പരിചയമുള്ളതുകൊണ്ട് മോനെ അവരോട് പോയി ചോദിക്കുക, അവർ ഇന്ന വിഭാഗക്കാരാണോ, അന്ന് അറിയപ്പെടുന്ന എല്ലാ വിഭാഗക്കാരാണോ എന്ന് ചോദിച്ചിട്ടും ഈ യോഹന്നാൻ സ്നാപകൻ മറുത്തു പറഞ്ഞതുപോലെ എൻ്റെ ഉപദേശി ഞങ്ങളതൊന്നുമല്ല എന്ന് പറഞ്ഞിരുന്നു. ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ആലോചിക്കുക. ഇപ്പോൾ ആദ്യമേ കയറി പറയാം ഞങ്ങൾ പെന്തിക്കോസാ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, പെന്തിക്കോസ് എന്ന് പറയുമ്പം എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും അവരെപ്പറ്റി കേട്ട് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പ്രഷൻ ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട്. ബെന്തിക്കോസാന്നോ, അത് ശരിയാ, എന്നാൽ പിന്നെ ഈ പണിക്ക് പോകണ്ട. അപ്പം അവർ കേൾക്കുന്ന വചനത്തെയല്ല പലപ്പോഴും വിലയിരുത്താൻ ഇടയായിട്ട് തീരുന്നത്, മറിച്ച് ഈ സോഷ്യൽ സ്റ്റിഗ്മ അനുസരിച്ച് ആ പേരിന് ഒരു അപഖ്യാതിയോ അല്ലെങ്കിൽ പേര് അങ്ങനെ ഉള്ള വ്യക്തികൾ ഒരു മോശപ്പെട്ട ആൾക്കാരാണെന്നുള്ള ഒരു ചിന്തയിൽ ഒരുപക്ഷെ അവർ പറയുന്ന ആ സത്യങ്ങളെപ്പോലും ഒരുപക്ഷെ ഞാൻ അവഗണിച്ച് പോയേനെ എന്ന് എനിക്ക് ഇന്ന് പിന്നീട് തോന്നിയിട്ടുണ്ട്. എന്നാൽ ഒരു ദിവസം ഇതൊക്കെ കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് ഞാൻ എൻ്റെ ഉപദേശിയോട് ചോദിച്ചു, അപ്പം നിങ്ങൾ ബെന്തിക്കോസ അല്ലേ? ജയ്ദീപേ അതെ. അപ്പം നിങ്ങൾ പണ്ട് പറഞ്ഞതോ, നിങ്ങൾ ഇതൊന്നും അല്ലെന്ന് പറഞ്ഞതോ? അത് നീ ആദ്യം വരുമ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം നീ ശ്രദ്ധിക്കാനും പഠിക്കാനും വേണ്ടി അന്ന് പറഞ്ഞതേ ഉള്ളൂ. സത്യത്തിൽ ഞങ്ങൾ അനുഭവമുള്ളവരാ, ഞങ്ങൾ ആ അനുഭവത്തെ വിലമതിക്കുന്നു. അതേസമയം അന്ന് നിന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു നിനക്കത് മനസ്സിലായി. ആദ്യം എനിക്ക് കുറച്ച് അമർഷമൊക്കെ തോന്നി, എന്നാൽ തന്നെ അതൊരു യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പിന്നീട് ഇടയായിട്ട് തോന്നി. ഞാനൊരു സത്യം പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം നമ്മളാരെങ്കിലും തെക്കരുതിരാങ്കൂറോ അവിടെയൊക്കെയുള്ള ആൾക്കാർ വന്ന് നമ്മളൊക്കെ താമസിക്കുന്ന ഈ ഭാഗങ്ങളിലോ കർണാടകത്തിലോ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ വന്ന് നമ്മൾ അവിടെ പരിചയമുള്ള രീതിയിലുള്ള സുവിശേഷീകരണം ഒരുപക്ഷെ ഇവിടെ നടക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരോട് ഈ പെന്തിക്കോസ് എന്ന് പറഞ്ഞാൽ തന്നെ പണ്ട് യേശുവിനെക്കുറിച്ച് കേട്ടിട്ടില്ല, യേശുദാസിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ ആൾക്കാർ ചിലപ്പം പ്രതികരിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം ഓരോ സ്ഥലത്ത് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിനെ പരിചയപ്പെടുത്തുക, അവൻ്റെ വചനം പരിചയപ്പെടുത്തുക. വചനം പരിചയപ്പെടുത്തുമ്പോഴും അങ്ങ് 1000 ആണ്ട് വാഴ്ച വരെയുള്ള എല്ലാ ഉപദേശങ്ങളുടെയും കെട്ട് ഒറ്റയടിക്ക് അഴിക്കണം എന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം. ആ സമയത്ത് ആ വ്യക്തിക്ക് ഏത് കാര്യമാണോ അന്നേരം ആവശ്യം, ആദ്യം ക്രിസ്തുവിനെ കൂടാതെയുള്ള ഒരു വ്യക്തി കടന്നു വരുമ്പോൾ ആ വ്യക്തി പാപിയാണെന്നും അദ്ദേഹത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചെന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കും എല്ലാം അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഈ പാപമാണെന്നും പാപത്തിന് പരിഹാരമുണ്ടായി അയാൾ സമാധാനവും സന്തോഷവും ലഭിക്കും എന്നുള്ള ഒരു സത്യമാണ് ഒരു വ്യക്തിയോട് ആദ്യം ധരിപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യം. അല്ലാതെ 1000 ആണ്ട് വാഴ്ച കൊണ്ട് അന്നേരം വരുന്ന സാക്ഷികൾ മോശയും ഏലിയാവും ആയിരിക്കുമോ അതോ ഇനി വേറെ വല്ലവരും ആയിരിക്കുമോ എന്നുള്ളതല്ല ആദ്യമേ നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള സത്യം. അപ്പം നമുക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും ഇന്നത്തെ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ചില സത്യങ്ങളും ഒരുമിച്ച് ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. എന്നാൽ ഒരുപക്ഷെ നമ്മൾക്ക് മനസ്സിലായതുപോലെ ഈ ദൈവത്തിൻ്റെ വചനം അവർക്ക് മനസ്സിലായാൽ ഒരുപക്ഷെ നമ്മൾ എടുത്തതിനേക്കാളും കൂടുതൽ ഒരു ശിഷ്യത്വത്തിൻ്റെ സ്റ്റെപ്പിൽ അവർ നമ്മളെക്കാളും മുന്നിൽ നിൽക്കും എന്നെനിക്ക് ചിലരെക്കുറിച്ചൊക്കെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട്. ഞാൻ രക്ഷയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ചില വ്യക്തികൾ ഇന്ന് എന്നേക്കാളും ലീഡിങ് ആയിട്ട് ദൈവവേലയിൽ നിൽക്കുന്ന ചില വ്യക്തികളുണ്ട്. അപ്പം എനിക്കത് നന്നായിട്ടറിയാം. കാരണം ആ സത്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അവരുടെ ജീവിതത്തിൽ ലാഭമായിരുന്നതിനൊക്കെ ഛേദമെന്നെണ്ണി കർത്താവിന് വേണ്ടി നിൽക്കുന്ന സഹോദരങ്ങളെ എനിക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വ്യക്തിബന്ധങ്ങളിലൂടെയാണ് ഇത് മുന്നോട്ട് പോകുന്നെന്നുള്ളതും നമ്മൾ വ്യക്തിബന്ധം തകർക്കാതിരുന്നാൽ നമ്മൾ പലപ്പോഴും ഇന്ന് നമ്മൾ ചില കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞില്ല, എന്നാൽ ആ ബന്ധം അവിടെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്കോ അല്ലെങ്കിൽ വേറെ വ്യക്തിക്കോ ഈ വചനം പറഞ്ഞ് ആ വ്യക്തിയെ തുടർന്നും ദൈവത്തെ ഹിതമനുസരിച്ച് അവൻ ആഴമായ സമർപ്പണത്തിലേക്കും ആ ആഴമായ കൺവിക്ഷനിലേക്കും നടത്തപ്പെടാവുന്നതേ ഉള്ളൂ. അപ്പം ഈ വ്യക്തിബന്ധങ്ങളിലൂടെയാണ്, ഈ സ്നേഹത്തിലൂടെയും വ്യക്തിബന്ധങ്ങളിലൂടെയുമാണ് ഈ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ എന്നുള്ളത് ഞാൻ പറയാനായിട്ട്. അല്ലാതെ വെറുതെ കുറച്ച് സത്യങ്ങളെടുത്ത് ഒരു വ്യക്തിയുടെ തലക്കിട്ട് എറിയുമല്ല, അല്ലെങ്കിൽ എന്നാൽ പിടിച്ചോന്നും പറഞ്ഞ് എറിയുമല്ല. ഞാൻ കുറേ നാൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ICPFൻ്റെ ഏഞ്ചലോസ് എന്ന് പറയുന്ന ആ ബസ്സിൽ കുറേ നാൾ കർണാടകത്തിലും കേരളത്തിലും ഒക്കെ ഞാൻ പല സ്ഥലങ്ങളിൽ പോയി പരസ്യയോഗവും കാര്യങ്ങളുമൊക്കെ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇന്നല്ല, 93-94 കാലയളവിലൊക്കെ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ തന്നെ അതിലിരിക്കുന്ന വിശ്വാസ വീരന്മാരുടെ ഒരു പ്രവൃത്തിയുണ്ട്. ബസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ട്രാക്റ്റ് വലിച്ചെറിയും ചുറ്റും.
അന്നേരം പിള്ളേരെന്ത് ചെയ്യുന്നു, നാട്ടുപുറത്തൊക്കെ പോകുമ്പോൾ പിള്ളേരെന്ത് ചെയ്യുന്നു, ഇത് പെറുക്കാനായിട്ട് സിനിമാ ടിക്കറ്റൊക്കെ ഇങ്ങനെ വലിച്ചെറിയുന്നത് പോലെ വലിച്ചെറിയുമ്പോൾ അതിന് പുറകെ പിള്ളേർ ഓടുകയും പലപ്പോഴും പിള്ളേർ അപകടത്തിൽപ്പെടുന്നതും കാണാനായിട്ട്. ഞാൻ പറഞ്ഞു, നിർത്ത്, വണ്ടി അവിടെ നിർത്ത്. നിങ്ങൾക്ക് അത്ര ആത്മഭാരം ഉണ്ടെങ്കിൽ ഇവിടെ നിർത്തി ആ ട്രാക്ട് അവർക്ക് കൊടുത്തിട്ട് അവരോട് 4 വാക്ക് സുവിശേഷം പറഞ്ഞിട്ട് നമുക്ക് പെതുക്കെ പോകാം. അപ്പം അതിന് പലരും തയ്യാറല്ല, ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നതിനാണ് തയ്യാറ്. കാരണം ഇത് വ്യക്തിബന്ധങ്ങളിലൂടെയും കൂടെയാണ് ഈ സുവിശേഷം വ്യാപരിക്കുന്നത് എന്നുള്ളതും, ഒരു വ്യക്തിയോട് പറയുന്ന കാര്യമാണെന്നും, അത് കേവലം ഒരു പേപ്പർ തുണ്ടിൽ കൂടെ മാത്രമല്ല, ഒരു വ്യക്തിയുടെ സ്നേഹത്തിലും കൺസേണിലും കരുതലിലും പ്രാർത്ഥനയിലും കണ്ണുനീരിലും കൂടെ ആണ് ഈ പ്രോസസ്സ് പൂർണ്ണമാകുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. നോക്കിയാട്ടെ. അപ്പം എനിക്ക് സമയം മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തുനിന്ന് ഞാൻ മുന്നോട്ട് പോവുകയാണ്. നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്ന ഒരു കാര്യം, അവരോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? ഇന്ന് കർത്താവ് നമ്മളോടൊക്കെ ചോദിക്കുന്ന ഈ അന്ത്രയോസിനോട് ചോദിക്കുന്ന പോലെ. എനിക്ക് അന്ത്രയോസിനെ പറ്റി ദൈവദാസൻ പറഞ്ഞല്ലോ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട്. അന്ന് യേശു കർത്താവിൻ്റെ ശുശ്രൂഷ തുടങ്ങിയിട്ടില്ലായിരുന്നു. എന്നാൽ അന്ന് അറിയപ്പെട്ടിരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് സ്പിരിച്വൽ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് യോഹന്നാൻ്റെ സ്പിരിച്വൽ ഇതായിരുന്നു. അതിൽ എനിക്കറിയത്തില്ല, വചനത്തിൽ എൻ്റെ ഒരു വിചാരം അന്ത്രയോസ് എന്ന് പറയുന്നത് പത്രോസിൻ്റെ ചേട്ടനാണെന്നാണ്. ഇനിയിപ്പോൾ പത്രോസാണോ ചേട്ടൻ എന്നുള്ളത് റെഫർ ചെയ്ത് നോക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. എന്നാൽ തന്നെ ഞാൻ പറയുക, ആ ഭവനം ഒരു സ്പിരിച്വലി റിവൈവ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ ആത്മീയ കാര്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കാത്ത ഒരു ഭവനമായിരുന്നെന്നും, ആ ഭവനത്തിലെ ആ മുതിർന്ന വ്യക്തി എന്ന് ഞാനിപ്പോൾ പറയുക, അല്ലെങ്കിൽ അന്ത്രയോസ് അവിടെ ഈ അന്ന് അറിയപ്പെട്ടിരുന്ന ആ സ്പിരിച്വൽ മൂവ്മെൻറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് യോഹന്നാൻ്റെ ശിഷ്യനായിരുന്നു ഓൾറെഡി എന്നുള്ളത് നമുക്കറിയാനായിട്ട് കഴിയും. അപ്പോൾ യോഹന്നാൻ പറഞ്ഞത് എൻ്റെ പിന്നാലെ ഒരു വരുന്നു എന്നുള്ളതായതുകൊണ്ട് യേശുക്രിസ്തുവിനെ അംഗീകരിക്കാനോ ഒന്നും അന്ത്രയോസിന് ഒരു തടസ്സവും ഉണ്ടായില്ല. എന്നാൽ എല്ലാ യോഹന്നാൻ്റെ ശിഷ്യന്മാരും അനുഗമിച്ചോ എന്നുള്ളതിനെ പറ്റി റെക്കോർഡ് ഇവിടെ ഒന്നും വചനത്തിൽ നമ്മൾ കാണുന്നില്ല. എന്നാൽ തന്നെ നിശ്ചയമായിട്ടും അങ്ങനെ സംഭവിച്ചിരിക്കാം എന്ന് തന്നെ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നോക്കിയാട്ടെ, അവിടെ എന്തന്വേഷിക്കുന്നു? ഇന്ന് ലോകത്തിലുള്ളവരൊക്കെ പലതും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എന്തന്വേഷിക്കുന്നു? കർത്താവെ, നീ എവിടെ താമസിക്കുന്നു എന്ന് ഞങ്ങൾക്ക് കാണുന്നു. അപ്പം യേശുവിനെ ദൈവത്തിൻ്റെ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് ചൂണ്ടിക്കാണിച്ച് ഈ യോഹന്നാൻ്റെ ശിഷ്യന്മാർ പുറകെ പോയി കർത്താവിനോട് കൂടെ താമസിച്ച് ഒരു ദിവസം അന്ന് 4 മണി നേരമായിരുന്നു, അല്ലെങ്കിൽ 10 മണി നേരമായിരുന്നു എന്ന് പറയുമ്പോൾ യഹൂദന്മാരുടെ കണക്കനുസരിച്ച് നമ്മുടെ 4 മണി സമയമായി. അങ്ങനെ ആ ദിവസം കർത്താവിനോട് കൂടെ പോയി പാർത്തു എന്ന് നമ്മൾ വായിക്കുക. കർത്താവിനോട് കൂടെ പോയി താമസിച്ച് കഴിഞ്ഞപ്പം അന്ത്രയോസിന് ഒരു കാര്യം മനസ്സിലായി. അടുത്ത ദിവസം വന്ന് തൻ്റെ സഹോദരനെ വിളിച്ചിട്ട് ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയാനും. അപ്പോൾ ഓൾറെഡി യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പല കാര്യങ്ങൾ അന്ത്രയോസിനറിയാം. ഒരു യഹൂദനായതുകൊണ്ട് ഈ മശിഹയെക്കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻസ് അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ സാമ്പത്തികമായിട്ട് കുറച്ച് ദരിദ്രരോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊരു മിഡിൽ ക്ലാസ്സോ വല്ലോ ആയിരിക്കാം, നമുക്ക് പറയാൻ പറ്റുകയില്ല. എന്നാൽ തന്നെ ആത്മീയമായിട്ട് വളരെ കാഴ്ചപ്പാടുള്ള വ്യക്തികളായിരുന്നു എന്നുള്ളതുകൊണ്ട് അപ്പം കർത്താവ് കാണിച്ചു കൊടുത്ത് യേശുവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നമുക്കറിയാമല്ലോ, നമ്മുടെ ഹൃദയത്തിൽ യേശു വന്നു കഴിഞ്ഞ് ഞാൻ എന്തോ ഇപ്പോൾ ആദ്യം പോയി എൻ്റെ ക്ലോസ് ഫ്രണ്ടിനോട് പറഞ്ഞു, എടാ ഇതുപോലെ ഒരു പരിപാടിക്ക് പോയി, അവിടെ ഇങ്ങനെയൊക്കെ നടന്നു, ഇതായിരുന്നു അവിടെ കാര്യം എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാനും ഓർക്കാം. നമ്മുടെയൊക്കെ കൂട്ടുകാരോടും ഒക്കെ അങ്ങനെ നമ്മൾ പറയാറുണ്ട്. നോക്കിയാട്ടെ, ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം അതാ. അപ്പം അന്ത്രയോസ് മനസ്സിൽ ഓർത്തപ്പം എൻ്റെ ഒരു അനിയൻ ഇങ്ങനെ അതും ഇതുമൊക്കെ പറഞ്ഞ് ഈ വചനം എന്തോ അതിൻ്റെ അർത്ഥം, എന്തോ അതുകൊണ്ടാ നടക്കാത്തത്, പരീക്ഷന്മാരും ശാസ്ത്രിമാരും ചെയ്യുന്നത് എന്തുവാ, ഇന്ന് നടക്കുന്നത് വല്ലതും ശരിയാണോ എന്നൊക്കെ ചോദിച്ചൊരു ആംഗ്രി യങ് മാനായിട്ട് ഒരു ആംഗ്രി യങ് മാൻ നമ്മൾ പറയുമല്ലോ എന്ന് പറഞ്ഞതുപോലെ ഉള്ളൊരു ഫിഗർ ആയിരുന്നായിരിക്കാം പത്രോസിൻ്റേത് ഞാനങ്ങ് അനുമാനിക്കുക. അയ്യോ, എൻ്റെ അനിയനോട് എനിക്ക് ആദ്യം ഇത് പോയി പറയണം എന്ന് പറഞ്ഞ് പത്രോസിനെ കണ്ടെത്തി പറഞ്ഞു, ശീമോൻ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന് അവനോട് പറഞ്ഞു. അവനെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അത് ദൈവദാസൻ പറഞ്ഞതായതുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. നോക്കിയാട്ടെ, അടുത്ത ദിവസം നമ്മൾ കാണുന്നത് അങ്ങനെ ശീമോൻ വന്ന് അടുത്ത ദിവസം ഫിലിപ്പ് ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ, അപ്പം നമ്മൾ നേരത്തെ വായിച്ചു ബെഥാനിയയിലാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. എന്നാൽ അവിടുന്ന് ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ
അപ്പം ഫിലിപ്പോസിനെ കണ്ട് എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. ഫിലിപ്പോസോ അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണമായ ബെത്സയിദയിൽ നിന്നുള്ളവനായിരുന്നു. അപ്പോൾ ഇവിടാണ് ഒരു സംഗതി വെളിപ്പെടുത്തിയേക്കുന്നത്. സത്യത്തിൽ ഇവരുടെ ഒറിജിനൽ തറവാടെന്ന് പറയുന്നത് ബെത്സയിദയിലായിരുന്നു. നമുക്ക് ഗലീല കടലിൻ്റെ നോർത്ത് ഈസ്റ്റായിട്ട്, നോർത്ത് ഈസ്റ്റായിട്ടുള്ള പോയിന്റിൽ നമുക്ക് ബെത്സയിദ എവിടെയാണെന്ന് നമ്മളന്ന് പഠിച്ചപ്പോൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. എന്നാൽ ഇവരെ കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് കപർനഹൂമിലായിരുന്നു പത്രോസിൻ്റെ വീട് എന്നുള്ളത് നമ്മൾ തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അവിടെ നിന്നുള്ള വ്യക്തിയായിരുന്നു ഈ ഫിലിപ്പോസ്. കർത്താവ് ഗലീലയ്ക്ക് പോകുവാൻ ഭാവിച്ചപ്പോൾ ഒരുപക്ഷെ ഒരുമിച്ച് പോയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. അവരൊരുമിച്ചാണോ യാത്ര ചെയ്തത് എന്നറിയത്തില്ല. എന്നാൽ ഫിലിപ്പോസ് എന്ന് പറയുന്നത് വളരെ ഒരു പ്രമാദമായെന്ന് പറഞ്ഞാൽ ഈ കന്നഡയാണ് ഉദ്ദേശിക്കുന്നത്, ഒരു പ്രത്യേകതയുള്ള ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെപ്പോഴും ഈ മാത്തമാറ്റിക്സിനോടുള്ള ബന്ധത്തിലാണ് ഫിലിപ്പോസിനെ ഓർമ്മ വരുന്നത്. ഫിലിപ്പോസിനോട് ചില സമയത്തൊക്കെ ചോദിച്ചു, നേരത്തെ പറഞ്ഞതുപോലെ അന്ത്രയോസ് ആയിരുന്നു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാനായിട്ട് കർത്താവിന് അല്ലെങ്കിൽ കർത്താവിന് ആ ഒരു സാധ്യത ഒരു ബാലകൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട് എന്ന് പറഞ്ഞതെങ്കിൽ അതിന് മുന്നേ കണക്ക് ചോദിച്ചത് ഫിലിപ്പോസിനോടായിരുന്നു. ഫിലിപ്പോസെ, അല്ലെങ്കിൽ ഇവരെ കടകളിലേക്ക് പറഞ്ഞു വിടാതെ നാം അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഉടനെ കൂട്ടി പറഞ്ഞു 200 പണത്തിന് ഭക്ഷണം മേടിച്ചാലും ഇത് മതിയാകയില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഫിലിപ്പോസിൻ്റെ വലിയൊരു ഡയലോഗ് അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ തോമസ് ആദ്യം ചോദിക്കുന്നു, ഞങ്ങൾക്ക് വഴി അറിയത്തില്ല അങ്ങോട്ട് വരാനെന്ന് പറഞ്ഞപ്പം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് കർത്താവ് പറയുകയും, തുടർന്ന് അടുത്തത് ഫിലിപ്പോസിൻ്റെ ചോദ്യമാണ്. 3 ചോദ്യങ്ങളാണ് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അതിൽ രണ്ടാമത്തെ ഒരു ചോദ്യം അവിടെ പറയുകയാണ്, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം എന്നാൽ മതി. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് അവിടെ പറയാനായിട്ട് ഇടയായിട്ട് തീർന്നത് എന്ന് നമുക്ക് കാണാം. അങ്ങനെ നിർണായകമായ അവസരങ്ങളിൽ നമുക്ക് ഫിലിപ്പോസിനെ കാണാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം ത്തിൻ്റെ അവസാനം അദ്ദേഹം ഏഷ്യ മൈനറിൽ വരികയും എനിക്ക് തോന്നുന്നു ഇന്നുള്ള ഈ അർമീനിയയോ ആ ഭാഗങ്ങളിലൊക്കെ പോയി സുവിശേഷം അറിയിക്കാനായിട്ട് ദൈവം കരങ്ങളിലെടുത്ത ഒരു ശക്തനായ ദൈവത്തിൻ്റെ ദാസനായിരുന്നു ഫിലിപ്പോസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹവും രക്തസാക്ഷിയായിട്ട് അദ്ദേഹം ആ സ്ഥലങ്ങളിൽ ഇവിടെ മരിച്ചതായിട്ട് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല, ചർച്ച് ഹിസ്റ്ററി ഞാൻ പഠിച്ചിട്ടുള്ളപ്പം എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ അദ്ദേഹം വളരെ ശക്തമായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളിന്ന് പറയുന്ന ഈ അർമീനിയ ഈ ഭാഗങ്ങളിലൊക്കെ ദൈവകരങ്ങൾ ഉപയോഗിക്കപ്പെട്ട വ്യക്തിയാണ് എന്ന് സഭാചരിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ശ്രേഷ്ഠനായ ദൈവത്തിൻ്റെ ദാസനെ, കാരണം മാനുഷികമായിട്ട് നമുക്ക് നോക്കുമ്പോൾ ഓരോ വ്യക്തിക്കും നന്മകളുണ്ട്, തിന്മകളുണ്ട്, പോസിറ്റീവ്സ് ഉണ്ട്, നെഗറ്റീവ്സ് ഉണ്ട്. കർത്താവ് ആ വ്യക്തിയെ അതുപോലെയാണ് വിളിക്കുന്നത്. അല്ലാതെ നീ പോയി നിന്റെ നെഗറ്റീവ് എല്ലാം കളഞ്ഞേച്ചിങ്ങ് വാ, ഇല്ല. കർത്താവിൻ്റെ സന്നിധിയിൽ വരുന്നത് തന്നെ കർത്താവിനാൽ പണിയപ്പെടാനും കർത്താവിനാൽ രൂപാന്തരപ്പെടാനും ദൈവത്തെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടാനും വേണ്ടിയാണ് നമ്മൾ കടന്നു വരുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട ഒരു ആവശ്യമില്ല. അയ്യോ കർത്താവേ, ഞാനൊരു ഒരുക്കപ്പെടാത്തവനാണല്ലോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ളവനാണല്ലോ. കാരണം കർത്താവ് നമ്മളെ വിളിക്കുന്നത് നമ്മളെ അതിനുവേണ്ടി ഒരുക്കാൻ വേണ്ടിയാണ് നമ്മളെ വിളിക്കുന്നത്. നമ്മളെന്തിനാണ് ഭാരപ്പെടുന്നത് നമ്മുടെ കുറവുകളെക്കുറിച്ച്? നമ്മുടെ എല്ലാ കുറവുകളും തീർത്തു തരാമെന്ന് പറഞ്ഞിട്ടുള്ള കർത്താവ് നമ്മളെ വിളിക്കുമ്പം നമ്മൾ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ഭാരപ്പെട്ട് അയ്യോ കർത്താവ് എനിക്കതിന് കഴിവില്ല എന്നൊന്നും പറയേണ്ട യാതൊരു കാര്യവുമില്ല. ഫിലിപ്പോസിനെ വിളിച്ചിട്ട് ഫിലിപ്പോസ് നഥനയേലിനെ കണ്ട് അവനോട് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. ഏത് അർത്ഥവ്യാപ്തിയിൽ എന്തുമാത്രം ആഴമായിട്ട് അവരത് ഗ്രഹിച്ചിരുന്നു എന്ന് നമുക്കവിടെ പറയാനായിട്ട് കഴിയത്തില്ല. കാരണം മശിഹ എന്ന് വിളിക്കുന്നുണ്ട്, നമ്മളറിയാം സിറോഫനീക്കക്കാരി സ്ത്രീ പോലും ദാവീദ് പുത്ര എന്നൊക്കെ വിളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഏത് അർത്ഥത്തിലും ഏത് അളവിൽ അവരത് മനസ്സിലാക്കി വിളിച്ചത് എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് ഗ്രഹിക്കാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ നമുക്ക് തുടർന്ന് നമ്മൾ വായിക്കാൻ കഴിയും, ശിഷ്യന്മാർക്കൊന്നും ഈ പറയുന്ന കാര്യത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് അവർ ഗ്രഹിച്ചില്ല, അവരറിഞ്ഞില്ല. കർത്താവ് മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ കർത്താവിനെ വേറിട്ട് കൊണ്ടുപോയി ശാസിക്കുന്നതും അവർക്കാർക്കും അത് വിളിക്കാനായിട്ട് കഴിയാഞ്ഞതും ഒക്കെ നമുക്ക് കാണുന്നുണ്ട്. അവസാന സമയത്ത് നമ്മൾ കാണുന്നുണ്ട്, ഫിലിപ്പോസിൻ്റെ അടുത്താണെന്ന് തോന്നുന്നു, ദൂരത്തുനിന്ന് വന്ന യഹൂദന്മാർ ചിലർ വന്നിട്ട് ഞങ്ങൾക്ക് കർത്താവിനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ യവനന്മാർ വന്ന, എനിക്ക് തോന്നുന്ന 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, വന്ന് കാണുമ്പോൾ കോതമ്പ് മണി നിലത്ത് വീണ് ചത്തില്ല എങ്കിൽ അത് തനിയേ ഇരിക്കും, ചത്തുവെങ്കിലും അധികം ഫലം കായ്ക്കും എന്ന് അവിടെ പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ നമുക്കവിടെ റെഫറൻസ് ശരിക്കും ഓർക്കുന്നില്ല, നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ആ അവസാന സമയം വരെയും ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ക്ലാരിറ്റിയിലേക്ക് അവർ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് സത്യമാണ്.
എന്നാൽ ഇവിടെ വളരെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, മോശയുടെ പ്രമാണത്തിൽ പ്രവാചകൻ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് നഥനയേലിനോട് പറയുകയും, നഥനയേൽ വളരെ ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു ആഴമുള്ള വ്യക്തിയായിരുന്നു എന്നുള്ളതും, എന്ന് മാത്രമല്ല നസ്രയത്തിനെ കുറിച്ച് നമ്മൾ കൂടുതൽ എനിക്ക് അതിനെക്കുറിച്ചൊന്നും പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അന്ന് അറിയപ്പെട്ടിരുന്ന ഗ്രാമങ്ങളിൽ ഒരു കുഗ്രാമമായിരുന്നു ഈ നസ്രയത്ത് എന്ന് പറയുന്നത്. അത് നൊട്ടോറിയസ് ഇൻ ദ സെൻസ് ആ കുറ്റകൃത്യങ്ങൾക്കൊന്നുമല്ല, ആ നിലയിലല്ല, എന്നാൽ തികച്ചും അപരിഷ്കൃതമായിട്ടുള്ളതും ഒരു നന്മയ്ക്കും വകയില്ലാത്തതുമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് ഉള്ളൊരു കുഗ്രാമമായിട്ടായിരുന്നു ആൾക്കാർ ഈ നസ്രയത്തിനെ കരുതിക്കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ യോസേഫിൻ്റെ പുത്രനായ യേശു എന്ന നസ്രയത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞപ്പോൾ ഉടനെയുള്ള നഥനയേലിൻ്റെ മറുപടി എന്ന് പറയുന്നത്, നസ്രയത്തിൽ നിന്ന് വലിയ നന്മയും വരുമോ? അതുകൊണ്ടാണ് നമ്മളിന്ന് ഈ തലക്കെട്ട് നിടാനിടയായി തീർന്നത്. കർത്താവ് നേരത്തെ നമുക്ക് കാണാം ആൻഡ്രൂവിനോട് പറഞ്ഞത് വന്ന് കാണുക എന്നാണ് പറഞ്ഞത്. അപ്പം ഇന്ന് പല വ്യക്തികൾക്കും തടസ്സമായിട്ട് നിൽക്കുന്നത് അവരുടെ കുറച്ച് മുൻധാരണകളും പ്രജുഡൈസസുമാണ്. പല സംഗതികളിലേക്കും വരുമ്പം നിങ്ങളെന്നാ സഭ, നിങ്ങളെന്തുവാ ഇത്, നിങ്ങൾ ഇന്നതുപോലെ ചെയ്യുന്നുണ്ടോ, അതാണോ ഇതാണോ എന്നൊക്കെ ആദ്യം ചോദിച്ച് പ്രിജുഡൈസസോടുകൂടെ ഒരു വ്യക്തി വരുമ്പം ഒരിക്കലും ആ വ്യക്തിക്ക് ദൈവം ആരാണെന്നും ഈ ബൈബിളിൻ്റെ മെസ്സേജ് എന്താണെന്നും ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്നും അവരുടെ ജീവിതത്തിൽ തിരിച്ചറിയാനായിട്ട് ഇടയായിത്തീരുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് കാരണം ഓൾറെഡി മുൻധാരണകൾ നിമിത്തം ഇവരിങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത്, ഇവരിങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുന്നത് എന്നുള്ള ബുദ്ധിപരമായിട്ടുള്ള ഒരു തടസ്സം നിമിത്തം ഈ സന്ദേശം എന്താണെന്ന് മനസ്സിലാക്കാനും അത് ഹൃദയത്തിൽ വേണ്ടതുപോലെ സ്വീകരിക്കാനും പലർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. ഇവിടെ നമ്മൾ കാണുകയാണ് അന്ത്രയോസിനെ അത് അനുഭവിച്ചറിഞ്ഞു അവൻ കടന്നുപോയി യേശുവിനോടുകൂടെ താമസിച്ച് കഴിഞ്ഞപ്പോൾ അവൻ മശിഹയാണ്, അവൻ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് സഹോദരനോട് പറയാനിടയായി തീർന്നു. ഇവിടെ നഥനയേൽ പറയുകയാണ്, നമുക്കറിയാം കൂടുതൽ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടുതൽ മുൻധാരണകൾ ഉണ്ടാകുന്നത്, അല്ലാത്തവർക്ക് അത്രയില്ല. കാരണം അവർക്ക് വാക്യം അറിയാം, അവർക്ക് കാര്യങ്ങൾ അറിയാം. നമുക്കറിയാമല്ലോ അന്ന് ജീവിച്ചുകൊണ്ടിരുന്ന ഈ പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും അതുപോലെ സദൂക്യർക്കും ഒക്കെ ക്രിസ്തു എവിടെ ജനിക്കുമെന്നും എങ്ങനെ വരുമെന്നും ഏത് നിലയിലൊക്കെ ആകുമെന്നൊക്കെയുള്ള കൃത്യമായ ജ്ഞാനം അവർക്കുണ്ടായിരുന്നു. ഹെരോദാവ് വിളിച്ച് ചോദിക്കുന്നു, ക്രിസ്തു എവിടെ ജനിക്കും? അത് ബേത്ലഹേമിൽ ജനിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്കറിയാമല്ലോ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പറയുന്നു. അതിനുള്ള പഴയ നിയമ വാക്യങ്ങളും അവരെടുത്ത് കോട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ കാര്യങ്ങൾ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ തന്നെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനായിട്ട് അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഈ കടമ്പകൾ, ഈ പ്രിജുഡൈസസ് അവരെ സഹായിച്ചില്ല അല്ലെങ്കിൽ അതിനെ അനുവദിച്ചില്ല എന്നുള്ളതാണ് കാണാൻ കഴിയും. ഈ അപ്പോളജറ്റിക്സ് എന്നുള്ള വാക്ക് നമ്മൾ പറയുമ്പോഴും ശരിക്കുള്ള അപ്പോളജറ്റിക്സ് എന്ന് പറയുന്നത് ഒരാളെ വാദിച്ച് തോൽപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരു വ്യക്തിക്ക് വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഇതുപോലുള്ള കടമ്പകൾ മാറ്റിക്കൊടുക്കാനായിട്ട് അയാളെ സഹായിക്കുക എന്നുള്ളതാണ് ശരിക്കുള്ള ഒരു അതിൻ്റെ ഒരു ഉദ്ദേശം എന്നുള്ളത് പല അപ്പോളജറ്റിക് മേഖലയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. റിമൂവിങ് ദ റോഡ് ബ്ലോക്സ്. ഒരു വ്യക്തി ക്രിസ്തുവിനെ കണ്ടെത്താനും ക്രിസ്തുവിലേക്ക് വരാനും അവൻ്റെ പ്രിജുഡൈസസ് മാറ്റി യാഥാർത്ഥ്യം ഗ്രഹിക്കാനുമായിട്ട് ആ വ്യക്തിയെ ജെന്റിലായിട്ട് നമ്മൾ സഹായിച്ചു കൊടുക്കുന്ന ഒരു അനുഭവമാണ് അപ്പോളജറ്റിക്സ് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഇവിടുത്തെ വലിയ ചില മുൻധാരണകളും വചനത്തിൽ നിന്ന് തന്നെയുള്ള തടസ്സവും പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു വ്യക്തി നിൽക്കുന്നു. എന്നാൽ ആ വ്യക്തിയോട് ഫിലിപ്പോസിന് പറയാനുള്ളത്, എനിക്ക് കൂടുതൽ വചനവും കാര്യങ്ങളും ഒന്നും വ്യാഖ്യാനിക്കാനും ഒന്നും അറിയില്ല. എൻ്റെ സഹോദരൻ, നീ വന്ന് കാണ്, ജസ്റ്റ് ഒന്ന് വാ, നീ ഒന്ന് അനുഭവിക്കുക, ഒന്ന് കേൾക്ക്. ആ റിക്വസ്റ്റിൻ്റെ മുന്നിൽ ആ നഥനയേൽ അതിന് കീഴടങ്ങുകയും അദ്ദേഹം യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരികയും ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ കർത്താവ് അവനെ കണ്ട് ആദ്യമേ പറയുക, ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ, അവനിൽ കപടമില്ല. നമുക്കറിയാമല്ലോ, എടുത്തടിച്ച പോലെ ചില പറയുന്ന ആൾക്കാർ പല നിഷ്കളങ്കന്മാരായി. നമുക്ക് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചില വ്യക്തികളിലും ചില നിഷ്കളങ്കന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നു പോയാ. അപ്പം അവരുടെയൊക്കെ പറച്ചിൽ കേൾക്കുമ്പം നമുക്ക് തോന്നും അവർ ഇത്രയൊക്കെ കട്ടിക്ക് പറയുന്നല്ലോ. പിന്നെ എനിക്ക് മനസ്സിലായോ,
ഈ പാർട്ടികൾ ഇങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ നിഷ്കളങ്കന്മാരാന്ന് എനിക്ക് പല അവസരങ്ങളിലും തോന്നിയിട്ടുണ്ട്. നിഷ്കളങ്കരായിട്ട് ഉള്ള കാര്യം ഇങ്ങനെ വിളിച്ചു പറയുന്നു. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ മനസ്സിന് വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അന്നേരം അവർ അതിനൊരു എക്സിറ്റിന് വേണ്ടി ചിലപ്പോൾ വിളിച്ചു പറയുന്നത്. അപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, അത് വേറൊരു വ്യക്തിക്ക് ക്രിസ്തുവിലേക്ക് വരുന്നതിന് തടസ്സമായിട്ടും കൂടെ നമ്മുടെ ഈ നിഷ്കളങ്കത തീരരുത്. നമ്മൾ ഈ മലയാളത്തിൽ പറയുന്ന പോലെ ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യൂന്ന് പറഞ്ഞ പോലെ ആയിപ്പോകരുതെന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പം അവിടെ ശ്രദ്ധിച്ചാട്ടെ, വളരെ ജെന്റിലായിട്ട് വന്ന് കാണുക എന്ന് അവനോട് പറയുകയും അവൻ കടന്നു വരുമ്പോൾ ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ ഞെട്ടുക നഥനയേൽ. കർത്താവേ, നീ നിനക്ക് എവിടെ വെച്ച് എന്നെ അറിയും നഥനയേൽ എന്ന് ചോദിച്ചത്. എവിടെ വെച്ച് ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു പറഞ്ഞു. ഞാൻ വർഷങ്ങൾ മുന്നേ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇത്രയൊക്കെ വചനം അറിയാവുന്നവൻ ഒരുപക്ഷെ മറ്റുള്ള ശാസ്ത്രിമാരെ പോലെ പരീശന്മാരെ പോലെ തന്നെ പല പല കാരണങ്ങൾ പറഞ്ഞ് ക്രിസ്തുവിനെ ഒരുപക്ഷെ തള്ളിക്കളഞ്ഞ് ഇവൻ ക്രിസ്തുവല്ല എന്ന് പറഞ്ഞ് യേശുവിനെ കല്ലെറിയേണ്ട അത്രയ്ക്കുള്ള പരീശന്മാർക്കുള്ളത്ര യോഗ്യതയൊക്കെയുള്ള ഒരു വ്യക്തി, എന്നാൽ അവൻ്റെ അറിവിനെയൊക്കെ താത്തി വെച്ച് ദൈവം മുമ്പാകെ അവൻ കടന്നു വരാനും കർത്താവിന് മുമ്പാകെ കടന്നു വരാൻ ഇടയായി തീർന്നപ്പോൾ, അതിനെ ഒരു ചെറിയ മനസ്സ് വെച്ചപ്പോൾ അവൻ്റെ തെറ്റിദ്ധാരണകളെല്ലാം നീങ്ങിപ്പോകാനായിട്ട് ഇടയായിട്ട് തീർന്നു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഈ ദൈവകൃപയിലേക്ക് വരുന്നതിന് മുന്നേ വളരെ ധാരണകൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഈ ഇന്ത്യ രാജ്യം അവർ മറ്റും വിദേശ ശക്തികൾ വന്ന് തകർത്ത് കളയാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണെന്നും ഇത് ഈ മതം മാറ്റം അവസാനിപ്പിക്കണമെന്നും ഒക്കെ പറഞ്ഞൊരു പ്രാർത്ഥനാ മീറ്റിങ്ങിന് ബഹളം ഉണ്ടാക്കാനായിട്ട് പോയൊരു വ്യക്തിയാണ് ഞാൻ. 16 വയസ്സിൽ ഞാൻ എൻ്റെ +2 വിദ്യാഭ്യാസം നടത്തുന്ന സമയത്ത്. നിങ്ങളത് പറഞ്ഞാൽ വിശ്വസിക്കുകയല്ല കേട്ടോ. അപ്പം എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ വ്യത്യാസങ്ങളൊക്കെ. അത് പണ്ട് ക്രിസ്ത്യാനികൾ എന്ന് പറയാൻ പോലും അറിയാം, ക്രിസ്തുക്കൾ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ അമ്മ എന്നെ പറഞ്ഞു, എടാ ക്രിസ്തുക്കൾ എന്ന് പറയാതെ, ക്രിസ്തു എന്ന് പറയുന്നത് അവരുടെ ആളിനെയല്ലേ പറയുന്നത്, ക്രിസ്തുക്കൾ എന്ന് പറയും. അപ്പം ക്രിസ്ത്യാനികൾ എന്നാ പറയേണ്ടതെന്ന് പോലും ഒരു വിവരം ഒന്നുമില്ലായിരുന്നു. അപ്പം അങ്ങനെയുള്ളൊരു കാലത്തായി ഇത് ഇത് കേൾക്കാനായിട്ട് കടന്നു പോകുന്നത്. എന്നാൽ എൻ്റെ പല ധാരണകളും മാറത്തക്കവണ്ണം അവിടെയുള്ള ആ ചില അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തോട് ഇടപെടാനായിട്ട് ഇടയായിട്ട് ഒന്നും മനസ്സ് വെച്ചപ്പോൾ, ഇവിടെ നഥനയേൽ അങ്ങനെ ഒരു മനസ്സ് വെച്ചപ്പോൾ നഥനയേലിനോട് പറയുക, ഇതാ സാക്ഷാൽ ഇസ്രായേലിന് കപടമില്ല. കർത്താവ്, നീ എന്നെ എവിടെ വെച്ചറിയും? അപ്പം നഥനയേലിന് അന്നേരം വരെയുള്ള വിചാരം ഫിലിപ്പോസ് എങ്ങാണ്ട് വെച്ച് കണ്ടു, ഫിലിപ്പോസ് എന്നെ വിളിച്ചോണ്ട് വരുന്നു എന്നാ നഥനയേൽ വിചാരിച്ചുകൊണ്ടിരുന്നത്. കർത്താവ് അവൻ്റെ ധാരണ ആദ്യം തിരുത്തി. നഥനയേൽ നിന്നെ വിളിച്ചതല്ല, ഞാൻ നിന്നെ വിളിച്ചത് കൊണ്ട്, നീ എൻ്റെ പർപ്പസിലും എൻ്റെ മുന്നറിവിലും ഉണ്ടായിരുന്നത് കൊണ്ട് ഫിലിപ്പോസ് നിന്നെ വിളിച്ചതാ മോനെ, അല്ലാതെ അവൻ നിന്നെ വിളിച്ചത് കൊണ്ട് ഞാൻ നിന്നെ അറിഞ്ഞതല്ല. ഞാൻ നിന്നെ അറിഞ്ഞത് കൊണ്ട് അവൻ നിന്നെ വിളിക്കാനിടയായി തീർന്നതാ. ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞു. അന്നത്തെ കാലത്ത് ഞാനത് വായിച്ചു നോക്കിയപ്പോൾ അന്നത്തെ കാലത്ത് പറയുന്നത് കൂടുതൽ വചനമൊക്കെ ധ്യാനിക്കുന്ന ആൾക്കാർ അത്തിയുടെ കീഴിൽ ഇരിക്കുന്നവൻ എന്നൊരു പറച്ചിൽ അവനെക്കുറിച്ച് പറയൂ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്തിയുടെ കീഴിൽ ഇരിക്കുക. ഞാൻ പണ്ട് ഓർക്കുന്നുണ്ട്, പലപ്പോഴും വീട്ടിലോ ഹോസ്റ്റലിലോ ഒക്കെ താമസിക്കുന്ന സമയത്ത് വീട്ടിൽ വായിക്കാൻ പഠിക്കുക, അല്ലെങ്കിൽ അടുത്തുള്ള ഏറ്റവും മരത്തിൻ്റെ അടിയിൽ ഒരു ചാക്കോ പായോ എടുത്തുകൊണ്ട് പോയിരുന്നിട്ട് വായിച്ച് പഠിക്കുന്നത് ഓർമ്മയുണ്ട്. എന്ന് പറയുന്നത് പോലെ സ്വസ്ഥമായിട്ടിരുന്ന് വായിക്കാനും പഠിക്കാനും അത്തിയുടെ കീഴിൽ ഇരിക്കുന്നവൻ എന്നുള്ളൊരു യൂസേജ് ഉപയോഗിക്കുമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അത് തന്നെയാണോ ഇവിടെ ഉദ്ദേശിച്ചതെന്ന് ഞാൻ പറയുമല്ല, അങ്ങനെ ഒരു യൂസേജ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു കാര്യം സത്യമാണ്, ഈ അത്തിയുടെ കീഴിലിരുന്ന സമയം എന്ന് പറയുന്നത് അവനും കർത്താവിനും മാത്രം അറിയാവുന്ന, അവൻ്റെ ജീവിതത്തെ സ്പർശിക്കത്തക്ക നിലയിലുള്ള എന്തോ ഒരു സംഭവമായിരുന്നു. അത് ദുഃഖമായിരുന്നോ, അതോ വേറെ എന്തെങ്കിലും കാര്യമായിരുന്നോ, അതോ ദൈവത്തിൻ്റെ വചനത്തിൽ ആഴമേറിയ എന്തെങ്കിലും സത്യങ്ങൾ അവൻ്റെ ഹൃദയത്തിൽ വെളിപ്പെട്ട ഒരു സമയമായിരുന്നോ, ഈ കർത്താവിനെ കാണുന്നതിന് മുന്നേ തന്നെ ദൈവവചനത്തിൽ നിന്നുള്ള എന്തെങ്കിലും വെളിപ്പാടുകൾ അവന് ഉണ്ടായതാണോ, ഒന്നും പറയാനായിട്ട് പറ്റത്തില്ല. അവിടെ അതിനുള്ള വകുപ്പൊന്നുമില്ല. എന്നാൽ അവനും കർത്താവിനും മാത്രം അറിയാം. നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ വാക്യവും വേണ്ട, വചനവും വേണ്ട, ഇനി പിന്നെ പ്രസംഗവും വേണ്ട, തെളിവും വേണ്ട, പ്രൂഫും വേണ്ട, ഒന്നും വേണ്ട. അപ്പം തന്നെ പറഞ്ഞു, കർത്താവേ ഞാൻ നിന്നെ വിശ്വസിക്കുക, കാരണം നീ ദൈവപുത്രൻ തന്നെ, നീ ദൈവപുത്രൻ തന്നെ.
കാരണം ഞാൻ ഈ ദൈവത്തിൻ്റെ വചനത്തിൽ പഠിച്ച ഈ അറിവനുസരിച്ചും എനിക്ക് ലഭ്യമായിരിക്കുന്ന കാര്യങ്ങളനുസരിച്ചും ഇങ്ങനെ എന്നോട് സംസാരിച്ചത് നീ അതിലെല്ലാം ചേർന്ന് വരുന്ന നിലയിലാണ് നീ എന്നോട് ഈ പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിന്നെ അത്തിയുടെ കീഴിലിരിക്കും മുമ്പേ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ, ഫിലിപ്പോസിനെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. നഥനയേൽ അവനോട്, റബ്ബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിൻ്റെ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട് ചോദിക്കുക, നീ അത്തിയുടെ കീഴിൽ നിന്നെ കണ്ടു എന്ന് നിന്നോട് പറക കൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? ഇതിനേക്കാൾ വലിയത് നീ കാണും. ആമേൻ. സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും എന്ന് പറയാനായിട്ട്. എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് ഒരു വ്യക്തിയോട് ഇടപെടുന്നതും അവൻ്റെ ഹൃദയത്തിലുള്ള വികാരങ്ങളെ, അവൻ്റെ ഹൃദയത്തിലുള്ള അവസ്ഥകളെ പുറത്തു കൊണ്ടുവരുന്നതും അവൻ യഥാർത്ഥത്തിൽ കർത്താവിൽ വിശ്വസിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നതും എന്ന് നമുക്ക് കാണാനായിട്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കാൻ നമ്മുടെ തോമസ് ബ്രദർ കൂടെ ഉണ്ടോ? അത് പോയാ? തോമസ് ബ്രദറെ, ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവകൃപയിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് നമ്മളെ നടത്തുന്ന ഈ ബന്ധങ്ങളിലൂടെ ബിൽഡപ്പ് ചെയ്യുന്ന, വ്യക്തിയുടെ സ്നേഹത്തിലൂടെ ബിൽഡപ്പ് ചെയ്യുന്ന, ഒരു വ്യക്തിയിൽ നിന്ന് ഒരു വ്യക്തിയിലേക്ക് വ്യാപരിക്കുന്ന ഈ വിശ്വാസത്തിനും ഈ ക്രിസ്തീയ വിശ്വാസത്തിനും ആ സ്നേഹത്തിനുമായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ ദിവസങ്ങളിൽ വ്യക്തിബന്ധങ്ങൾക്കും കൂടെ നമുക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ ക്രിസ്തുവിനെ കണ്ട് അതിനെ പരമാവധി തകർക്കാൻ നിൽക്കാതെ, നമ്മുടെ വിശ്വാസം എല്ലാം കൂടി ഒരുമിച്ച് കമത്തി ഒരു വ്യക്തിയുടെ തലയിലേക്ക് ഒരേ സമയം നമ്മൾ ഇട്ട് നീ എനിക്ക് വേണോ വേണ്ടോ ഇപ്പം പറയാന്ന് പറയുന്നത് പോലെ ഉള്ള ഒരു അവസ്ഥയാകാതെ, ഏത് നിലവാരം വരെ ക്രിസ്തുവിനെ അവൻ അറിഞ്ഞു. ഇനി എന്താണ് അവൻ അറിയേണ്ടത്? ഒരു കുഞ്ഞിൻ്റെ മുന്നിൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ തിന്നാനുള്ള ഫുഡ് മുഴുവൻ കൊണ്ടുവച്ചിട്ട് ഇപ്പം നീ ഇത് തിന്നോണം, ഇല്ലെങ്കിൽ നീ തിന്നണ്ട എന്ന് പറയുന്നത് പോലെ നമുക്കൊരിക്കലും പെരുമാറാനായിട്ട് കഴിയുമോ? ആ അവസ്ഥയിൽ അവന് ഗ്രഹിക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യം എന്താ? അവൻ്റെ ആത്മീയമായിട്ടുള്ള ഡൈജസ്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്താ? എങ്ങനെയാണ് കർത്താവ് കാര്യങ്ങളിൽ ഇടപെട്ടത്, പ്രവർത്തിച്ചത്? നമുക്കറിയാമല്ലോ, ഈ പറയുന്ന ചില അപ്പോസ്തലന്മാരൊക്കെ അവരുടെ ജീവിതത്തിൽ അന്ത്യമായിട്ട് ഇപ്പോൾ ഫിലിപ്പോസിനോട് പറയുക, നീ രക്തസാക്ഷിയായിട്ട് അർമീനിയയിലോ വേറെ എവിടെയോ പോയി മരിക്കേണ്ടവനാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഫിലിപ്പോസ് ആ സമയത്ത് നിൽക്കുമായിരുന്നോ? വണ്ടി വിടുകയില്ലായിരുന്നോ എന്ന് ഞാൻ വിചാരിക്കുക. എല്ലാം കൂടെ ഒരുമിച്ച് കർത്താവ് വെളിപ്പെടുത്തിയില്ല. പത്രോസിനോട് തന്നെ അവസാനമാണ് പറയുന്നത്, ഈ വൃദ്ധനായ ശേഷം വേറൊരുത്തൻ നിന്നെ അരകെട്ടി കൊണ്ടുപോവുകയെന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമ്മൾ അവസാനം വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഓരോരുത്തർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന നിലയിൽ ആത്മീയ വിവേചനത്തോടു കൂടെ നമുക്ക് വ്യക്തികളോട് പെരുമാറാം. വ്യക്തിബന്ധങ്ങളിലൂടെ കർത്താവിന് വേണ്ടി നമുക്ക് ആത്മാക്കളെ നേടുകയും അത് അവരെ ഒരു യഥാർത്ഥ ആത്മീയ ലീഡർഷിപ്പിലേക്ക് തന്നെ ദൈവം വളർത്തത്തക്കവണ്ണം ഉള്ളൊരു കാഴ്ചപ്പാടോടെ നമുക്കായിരിക്കാം. അതിനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ.